NHS അടുത്തൊരു പ്ലേ നമ്മൾ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളോടാണ് ബാങ്ക് ഷിഫ്റ്റുകൾ ഇല്ലാതാകാൻ പോകുന്നത് പറഞ്ഞത്. അന്നും ന്യൂസിൽ അത്രയും വന്നു തുടങ്ങിയിട്ടില്ലായിരുന്നു. അവസരങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഇഷ്ടം പോലെ വേക്കൻസികൾ പല ട്രസ്റ്റിനകത്തും പല വാർഡുകളിലും ഉണ്ട്. ഏതെങ്കിലും ട്രസ്റ്റിനകത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ അന്നേരം ഇപ്പം ആർക്കെങ്കിലും ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യും. ഇപ്പം അങ്ങനെ ലോകത്തുള്ള സകലത്തിനും പേയ്മെന്റ് എടുത്ത് ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു വെള്ളാന പ്രസ്ഥാനമാണ് ഈ സംഭവം. ലാഭിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ എടുത്ത് കളയുക, അതിനെക്കാട്ടിലും ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന മറ്റുള്ളവരെ കയറ്റുക. ഇറ്റ് ഡസൻ ലുക്ക് ഗുഡ്. ഇറ്റ് ഡസൻറ്റ്. ഞങ്ങൾ ഇത്രയും നാൾ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ഇങ്ങനൊരു സംഭവം കേട്ടിട്ടില്ല. കൊച്ചിലേക്ക് സ്വാഗതം. ഒരു ന്യൂസ് പെട്ടെന്ന് നമ്മൾ കണ്ടൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ന്യൂസ് അല്ല, ഇത് ന്യൂസിനകത്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് എടുത്ത് പറയുന്നത് അങ്ങനെ സംഭവത്തെ കുറിച്ച്. NHS അടുത്തൊരു പ്ലേ ഒരു 6-7 മാസം മുമ്പ് ഇവിടുത്തെ ബാങ്ക് ഷിഫ്റ്റുകളെല്ലാം എടുത്ത് കളയുകയാണ് എന്നൊരു സംഭവം വന്നായിരുന്നല്ലോ. പല ട്രസ്റ്റുകളും അതുകൊണ്ട് സീരിയസ് ആയിട്ട് എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ പതുക്കെ ബാങ്ക് ഷിഫ്റ്റുകൾ കുറഞ്ഞു വന്നു. നമ്മൾ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളോടാണ് ബാങ്ക് ഷിഫ്റ്റുകൾ ഇല്ലാതാകാൻ പോകുന്നത് പറഞ്ഞത്. അന്നും ന്യൂസിൽ അത്രയും വന്നു തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ NHS ഉള്ളവർക്ക് അറിയാമായിരുന്നു ഇത് കുറയാൻ പോവാണെന്നും ബാങ്ക് ഷിഫ്റ്റുകൾ കട്ട് ചെയ്യാൻ പോവാണെന്നും ഇനി മുതൽ ഏജൻസികൾ എടുക്കത്തില്ലെന്നൊക്കെ അവർക്ക് അറിയാമായിരുന്നു. സ്റ്റിൽ NHSനകത്ത് ഏറ്റവും വലിയ പൈസ ലാഭം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബാങ്ക് ഷിഫ്റ്റും ഈ പറഞ്ഞ വീക്കെൻഡുമാണ്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് കുറച്ച് എക്സ്ട്രാ പൈസ കിട്ടും. എങ്കിലും ബാങ്ക് ഷിഫ്റ്റുകൾ തീർച്ചയായിട്ടും എല്ലാ കാലത്തും ബാങ്ക് ഷിഫ്റ്റ് കിട്ടാൻ വേണ്ടി ആൾക്കാർ നോക്കിയിരിക്കുകയും ചാടി പിടിക്കുകയും കൂടുതൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ബാങ്ക് ഷിഫ്റ്റ്. അത് കംപ്ലീറ്റ് ആയിട്ട് നിന്നു. റിക്രൂട്ട്മെന്റ് മാത്രം കഥയല്ല ഞാൻ പറയുന്നത്. അതായത് ആൾക്കാർ പുതുതായിട്ട് നഴ്സുമാരെ മൊത്തം റിക്രൂട്ട് ചെയ്ത് വന്നിട്ട് ആൾക്കാരുടെ എണ്ണം കൂടി പോയതുകൊണ്ട് ഇവിടുത്തെ അവസരങ്ങൾ ഇല്ലാതായ കഥയല്ല ഈ പറയുന്നത്. അവസരങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഇഷ്ടം പോലെ വേക്കൻസികൾ പല ട്രസ്റ്റിനകത്തും പല വാർഡുകളിലും ഉണ്ട്. പക്ഷേ ഇപ്പം ഫണ്ടില്ല, ഇവർക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഫണ്ടില്ല. അതുകൊണ്ട് ഫോറിൻ റിക്രൂട്ട്മെന്റ് ഒന്നും നടക്കുന്നേ ഇല്ല. സൈഫ് വെച്ച് പിൻ നമ്പർ ഉണ്ടാക്കിയെടുത്ത നഴ്സുമാർക്ക് അത്ര ഈസി ആയിട്ട് NHS ട്രസ്റ്റുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലെങ്കിൽ ദയവ് നിങ്ങൾ കണ്ണു തുറന്ന് കാണുക. ഇത് സൈഫിന്റെ കഥ തുടങ്ങിയിട്ട് അതിനകത്ത് അഴിമതി തുടങ്ങിയ സമയത്ത് ഞങ്ങൾ വീഡിയോകൾ ചെയ്തതാണ്. അന്നും ഞങ്ങൾ പറഞ്ഞ പ്രോബ്ലം ഇതാണ്. സൈഫിനെ ഒരിക്കലും ഈ NHS പോലത്തെ ട്രസ്റ്റുകൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അവർ ആളെ എടുക്കും, അവരുടെ സ്വന്തം സൈഫ് ചെയ്യും, അതൊക്കെ. കെയർ ഹോമിൽ നിന്ന് സൈഫ് ചെയ്ത് വരുന്ന ഒരാളെ ഒറ്റയടിക്ക് ചുമ്മാ അവർ വാരിപ്പിടിച്ചെടുക്കത്തില്ല. അല്ലെ അവർക്ക് അത്ര ആവശ്യം വരണം. അല്ലാതെ ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് അവർക്ക് ഇംഗ്ലീഷ് ഗ്രൗണ്ട് ഇല്ല, ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെന്ന് തോന്നുന്ന ഒരു ലെവലിനകത്ത് ഇന്റർവ്യൂകൾ കഴിഞ്ഞു, സ്ക്രീനിങ്ങുകൾ കഴിഞ്ഞു, എഴുതാനുള്ള സ്ക്രീനിങ്ങുകൾ കഴിഞ്ഞു, അവരെടുക്കില്ല. അവരെന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കും. അല്ലെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. ഏതെങ്കിലും ട്രസ്റ്റിനകത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ അന്നേരം ഇപ്പം ആർക്കെങ്കിലും ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യും. അത്ര അപൂർവമാണ് ഇപ്പം NHS കൊടുക്കുന്ന ആപ്ലിക്കേഷൻ സക്സസ് ആകുന്നത്. ഏത് എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാരുടെ പോലും അവസ്ഥ ഇതാണ് പറയുക. ലോകത്തിലൊക്കെ ഇപ്പം ഒരു വേക്കൻസി ഒരു വാർഡിൽ നിന്ന് വേറൊരു വാർഡിലോട്ട് മാറാൻ പോലും കഴിയുന്നില്ലെന്നൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നോട്ടിംഗ്ഹാം മുകളിലോട്ട് കേൾക്കുന്ന അങ്ങനത്തെ വാർത്തകളാണ്. ഇവിടെയാണ് നിങ്ങൾ വളരെ കൗതുകത്തോടെ കേൾക്കേണ്ട വേറൊരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. പല ട്രസ്റ്റുകൾക്കകത്തും ഈ കഴിഞ്ഞ ആഴ്ച മുതൽ ഒരു മെയിൽ വന്നു തുടങ്ങി. നിങ്ങൾക്ക് വോളണ്ടറി ആയി റിട്ടയർ ചെയ്യാം. മ്യൂച്വലി എഗ്രീഡ് റിട്ടയർമെന്റ് സ്കീം മാഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ എൻ്റെ ഫോം കാണിക്കാം. സംഭവത്തിന് പ്രത്യേകത നമ്മുടെ നാട്ടിലെ VRS എന്ന് പറയും. ബാങ്കിൽ നിന്നൊക്കെ കണ്ടില്ലേ, ബാങ്കിൽ നിന്നും പട്ടാളത്തിനൊക്കെ VRS എടുത്ത് വരിക എന്ന് പറയില്ലേ, അത് വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം. അപ്പം നിങ്ങൾ അങ്ങനെ നേരത്തെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല തുക കയ്യിൽ തരും. നിങ്ങൾ 10-35 വയസ്സ് വരെ അവിടെ വർക്ക് ചെയ്യേണ്ട, 10-35 വർഷം വരെ വർക്ക് ചെയ്യേണ്ട. പകരം നിങ്ങൾ നേരത്തെ ഇറങ്ങി കൊടുക്കുന്നു. നിങ്ങൾ യങ്ങായിരുന്ന കാലത്ത് നിങ്ങളുടെ സേവനങ്ങൾ മുഴുവൻ ഓർഗനൈസേഷന് കൊടുത്തു, ശേഷം നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ഫൈനൽ സെറ്റിൽമെന്റ് തുക തരും. ആ സ്ഥാനത്തോട്ട് വേറൊരു യങ് സ്റ്റാഫിന് കയറാം. ഇതൊക്കെയാണ് പ്ലാൻ. ഇവർ അവതരിപ്പിക്കുന്ന പ്ലാനിനകത്തും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തതിന് നന്ദി, നിങ്ങളുടെ സേവനത്തിന് വളരെ ഞങ്ങൾക്ക് ഒത്തിരി നിങ്ങൾ നന്ദി പറയുന്നു, നിങ്ങളുടെ ഉള്ള ജീവിതം ബാലൻസ് ചെയ്യുക, നിങ്ങൾ ഇനി ഉള്ള സമയം റിട്ടയർമെന്റ് എൻജോയ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ഫൈനൽ സെറ്റിൽമെന്റ് തുക തരാൻ ഞങ്ങൾ റെഡിയാണ് എന്നൊക്കെ രീതിയിൽ മുട്ടായി പൊതിഞ്ഞ് മധുരത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്നെങ്കിലും പല ട്രസ്റ്റുകൾക്കകത്തും വളരെ ക്ലീൻ ആയിട്ടുള്ള ഇമേജിൽ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി. ഈ ആദ്യം വർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞങ്ങൾ കേട്ടത്, അല്ലെങ്കിൽ കൂട്ടുകാർ തന്നെ ഞങ്ങളോട് പറഞ്ഞത് മൊത്തം അളയത് ബാൻഡ് 5-നെ 6-നെ തൊടത്തിയില്ല. പേടിക്കേ വേണ്ട, ഇത് ബാൻഡിനും 5-നും 6-നും വേണ്ടി എയിം ചെയ്തിട്ടുള്ള പരിപാടി അല്ല ഇത്. ഇവർ പുറത്താക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടാത്ത കുറേയേറെ തസ്തികകൾ മുകളിലുണ്ട്. 7-ഉം 8-ഉം 8-ന് മുകളിലോട്ടും ഉണ്ട്. ചീഫ് ഓഫ് നഴ്സിംഗ്, ഹെഡ് ഓഫ് നഴ്സിംഗ്, ഡയറക്ടർ, മറ്റേ ഡയറക്ടർ, ആ കാര്യപ്രാപ്തിക്കാരി, കാര്യശേഷകർ, കാര്യസേവകർ, ഇങ്ങനെ കുറേ ആൾക്കാർ മുകളിൽ അവിടെ ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ കുറേയേറെ ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടി അവരെ പറഞ്ഞു വിടുന്നതിന് പകരം, കാരണം ഫിനാൻഷ്യലി NHS ഡൗൺ ആയി. അപ്പോൾ അവരുടെ ആ ഫിനാൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് NHS ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ആ സംഘടനയ്ക്ക് ആ ഒരു ഓർഗനൈസേഷനെ കഴിഞ്ഞ ഒരു 2 മാസം കൊണ്ട് പറ്റിയ അനുഭവം നിങ്ങൾ കണ്ടതാണ്. അതിനകത്തെ 10-15,000 പേരെ പിരിച്ചുവിടുന്നതിന്റെ സംഭവമൊക്കെ നിങ്ങൾ കേട്ടതാണ്. ഇതെല്ലാം ഈ വെള്ളാന എന്തുമാത്രം വാ തുറന്ന് വിഴുങ്ങുന്നു എന്ന് ഗവൺമെന്റ് തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഒരു NHS ഇംഗ്ലണ്ടിനെ പിരിച്ചു വിട്ടു. അതിനകത്ത് ആൾക്കാരെ പറഞ്ഞു വിട്ടിടല്ലേ, ആൾക്കാരെ വകമാറ്റി പലയിടത്തോടെ കുടിയിരുത്തി. ശേഷം അടുത്ത ഗ്രൂപ്പ് വന്നു. അടുത്ത ഗ്രൂപ്പാണ് ഇത്. ഈ
ഈ ഫ്രണ്ട് ലൈൻ നേഴ്സിംഗിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അവർ ഫ്ലോറിൽ വർക്ക് ചെയ്യുന്നില്ല. അതൊരു അർത്ഥം ഉള്ള കാര്യം തന്നെയാണ്. അവർ ഫ്ലോറിൽ നേരിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇന്ന് അവരെ വെട്ടാനുള്ളൊരു വടി വെട്ടി വെച്ചു. ഇപ്പൊ എതിരെ എത്ര പേര് പറയും ഞങ്ങൾക്ക് ഒരു 30,000 50,000 1 ലക്ഷം രൂപ തന്നേര്, 1 ലക്ഷം പൗണ്ട് തന്നേര്, ഞങ്ങൾ പൊക്കോള എന്ന് പറയുന്ന നേഴ്സുകാർ വളരെ കുറച്ചേ കാണത്തുള്ളൂ. കാരണം ലോങ് ടൈമിൽ നിൽക്കുമ്പം ഈ പറഞ്ഞ ബെനിഫിറ്റുകളാണ് NHS സൗകര്യം. ഇന്ന് രാവിലെ സിക്ക് പിടിച്ചു, സിക്കിന് പേ, കൊച്ചിന് വയ്യ അതിന് പേ, പട്ടിക്ക് വയ്യ കെയർ പേ, അങ്ങനെ ലോകത്തുള്ള സകലത്തിനും പേയ്മെന്റ് എടുത്ത് ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു വെള്ളാന പ്രസ്ഥാനമാണ് ഈ സംഭവം. അപ്പൊ ഈ വെള്ളാന പ്രസ്ഥാനത്തിന് ഇത്രയും നാളും കൊണ്ടുനടക്കുകയും ആൾക്കാർ ഓടിക്കൂടി അങ്ങോട്ട് ഓടിക്കൂടുകയും ചെയ്തതിന്റെ കാരണം എത്ര പ്രായമായാലും അവിടെ അങ്ങനെ നിന്ന് പോവാം. ആരും ചെവിക്ക് പിടിച്ചോ കഴുത്തിന് പിടിച്ചോ നിങ്ങളുടെ പെർഫോമൻസ് പോലും ഇറക്കി വിടത്തില്ല. അതായത് NHS ഗുണം. ഒരുപാട് പേരും എത്ര പ്രൈവറ്റ് കിടന്ന് വലിയ വലിയ കൈയിട്ടും കാലിട്ട് അടിച്ച് പൈസ ഉണ്ടാക്കിയവന്മാരും ഒരു 19, 60, 55 വയസ്സോട്ട് കയറുമ്പോഴത്തേക്ക് NHS കയറണം എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതായിരുന്നു. കയറി കഴിഞ്ഞാൽ പിന്നെ ബെനിഫിറ്റുകൾ വെച്ച് ജീവിച്ചു പോവാം. വർഷത്തിൽ ചിലപ്പോൾ എല്ലാവരും കൂട്ടി ഇത്ര ദിവസം വർക്ക് ചെയ്താൽ മതി, ബാക്കിയുള്ള ദിവസം മുഴുവൻ സിക്ക് എന്ന് പറഞ്ഞ് വിട്ടാലും ആ സിക്കിന്റെ പേയ്മെന്റ് കിട്ടൂടെ. ഇതായിരുന്നു NHS ഗുണം. ഇന്ന് അതാ ആ ഒരു ലൂപ്പ് ഹോളുകൾ അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് അതൊന്നും അടയ്ക്കാൻ പറ്റത്തില്ല. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിന്റെ ഓരോരോ ഓട്ടയായിട്ട് അടയ്ക്കുന്ന ഭാവമാണെന്ന് തോന്നി കണ്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിലെ ഫിനാൻസ് എന്ന് പറഞ്ഞ ഓട്ടകളാണ് വലിയതായിട്ട് അടയ്ക്കേണ്ടത്. അങ്ങനെ അടച്ചതായിരുന്നു പറഞ്ഞാൽ NHS എന്ന സംഭവത്തിൽ ഒഴിവാക്കിയത്. ഇപ്പം ഈ ഹയർ ലെവലിലുള്ള ഹയർ ബാൻഡുകളിലുള്ള ആൾക്കാരെ വോളണ്ടറി ആയിട്ട് നിങ്ങൾ ഞങ്ങളുടെ റെസിഗ്നേഷൻ തരിക, നിങ്ങളുടെ എലിജിബിലിറ്റി എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അതിനുള്ള സാങ്ഷൻ തരാം, അതിനുള്ള ഫോമിന്റെ ലിങ്ക് ഇതാണ് എന്നൊക്കെ പറഞ്ഞാണ് മെയിൽ വന്നിരിക്കുന്നത്. അത് വന്നുകൊണ്ടേ ഇരിക്കുക, പല ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൗതുകമായി തോന്നുന്നത് ഇത് ബാൻഡ് 5-നും 6-നും ഒക്കെ വരുന്നുണ്ട്. ഇതൊന്നും ബാധകമല്ലെന്നാണ് പറയുന്നത്. ഇവർക്കൊന്നും ഇതിന്റെ എലിജിബിലിറ്റി ഇല്ല, അവരെ ഉദ്ദേശിച്ചല്ല ഇത് പറയുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർക്കൊക്കെ ഈ മെയിൽ വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ സംസാരിക്കുന്ന മൊത്തം ഇത്ര ആൾക്കാരോട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് സംസാരിച്ച പല ട്രസ്റ്റുകളിൽ വിളിച്ചു ചോദിച്ചു, പലയിടത്തും കേൾക്കുന്നുണ്ട്, എല്ലായിടത്തും അല്ല പലയിടത്തും കേൾക്കുന്നുണ്ട്. ഇത് ആ ബാങ്ക് ഷിഫ്റ്റ് നിർത്തിയപോലെ തന്നെയുള്ള അടുത്തൊരു പ്ലേ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ഈ ഫുൾ സ്കെയിലിനെ, അതായത് NHS ഇത്രയും വലിയ സ്കെയിൽ ഓഫ് ജോബ് ഉണ്ട്, ആ ജോബിനെ വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലത് കാണും, ഹോസ്റ്റസ്, മറ്റേത് മറിച്ചത്, ക്ലീനിങ് സ്റ്റാഫ്, ആക്ടിവിറ്റി സ്റ്റാഫ്, അങ്ങനെ ഒത്തിരി എണ്ണം എല്ലായിടത്തും കാണും. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളെയും പതുക്കെ ചുരുക്കിയിട്ട് അവരെയൊക്കെ വെട്ടി ഇപ്പൊ പലയിടത്തും കേൾക്കുന്നത്, പല ട്രസ്റ്റുകൾക്കകത്തും വാർഡുകൾക്കകത്ത് അറിയിപ്പുണ്ട് ആക്ടിവിറ്റി സ്റ്റാഫ് ഇനി മുതൽ ഉണ്ടായിരിക്കില്ല, ഹോസ്റ്റസ് ഇനി മുതൽ അവിടെ ഫുഡ് കൊണ്ട് ഡെലിവറി എത്തിയുള്ളൂ, നേഴ്സുമാരും കെയർമാരുടെ കൂടി ഫുഡ് സെർവ് ചെയ്യണം. ഇതൊക്കെ പലയിടത്തും അങ്ങനെ ന്യൂസ് വന്നു തുടങ്ങി. അതൊന്നും എല്ലായിടത്തും ആയിട്ടില്ലെങ്കിലും ഒരിടത്ത് വന്നെങ്കിൽ ഇനി പതുക്കെ എല്ലായിടത്തും ആകും. കാരണം ലാഭിക്കുകയാണ്. ആ 2-3 പേരുടെ പൊസിഷൻ കട്ട് ചെയ്യുമ്പം അത്ര ലാഭം ആ ട്രസ്റ്റിന് വരുന്നുണ്ട്. ഓരോ വാർഡുകൾക്കും ഓരോ ഫണ്ടിങ് ഉണ്ടായിരിക്കാം. ഞാൻ എൻ്റെ കെയർ ഹോം എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമുക്കൊരു ഫണ്ടിങ് ഇത് കാണും, ഫണ്ടിങ് അലോക്കേഷൻ കാണും. ആ ഫണ്ടിങ് അലോക്കേഷൻ എത്രമാത്രം ലാഭിക്കാമെന്നാണ് ഈ മൂടി ചെയ്യുന്ന മാനേജർമാർ കണ്ടുപിടിക്കേണ്ടത്. ലാഭിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ എടുത്ത് കളയുക, അതിനെക്കാട്ടിലും ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന മറ്റുള്ളവരെ കയറ്റുക, താഴെ പൊസിഷൻസ് അങ്ങനെ കട്ട് ചെയ്യുക. അപ്പൊ നേഴ്സുമാരുടെ എണ്ണം കുറഞ്ഞു വരാം, കെയർമാരുടെ എണ്ണം കുറഞ്ഞു വരാം. ഇതൊക്കെ അതായത് മോളിൽ ഇപ്പൊ വീഴുന്ന പഴുത്തല കണ്ടുകൊണ്ട് ആരും ചിരിക്കരുത്. ആ പഴുത്തല വീണെങ്കിൽ ഈ പച്ചലയിലോട്ട് ഇത് വരാൻ പോവാം. പതുക്കെ താഴോട്ട് ഇത് വരും. ഈ പറഞ്ഞ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീമോ അല്ലെങ്കിൽ അതിനോട് ആ പേരിൽ അറിയപ്പെടുന്ന ആ ചുരുക്കപ്പേരിലോ വേറൊരു ചുരുക്കപ്പേരിലോ അറിയപ്പെടുന്ന വേറെ സുന്ദരൻ മുട്ടായികൾ നിങ്ങളുടെ മുമ്പിൽ ഇനി അവതരിപ്പിക്കപ്പെടും. ഈ പറയുന്നത്ര ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വാർണിംഗ് ആയിട്ട് ആദ്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ ട്രസ്റ്റുകൾക്കകത്ത് എന്താണ് നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് വെച്ചോളുക. ഇറ്റ് ഡസന്റ് ലുക്ക് ഗുഡ്, ഇറ്റ് ഡസന്റ്. ഞങ്ങൾ ഇത്രയും നാൾ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ഇങ്ങനൊരു സംഭവം കേട്ടിട്ടില്ല. BRS എടുത്ത് പൊക്കോ എന്ന് പറഞ്ഞൊരു സംഭവം NHS ഞാൻ കേട്ടിട്ട് കൂടിയില്ല. ചിലപ്പോൾ കാണുമായിരുന്നായിരിക്കാം, എൻ്റെ അറിവിലില്ല. പക്ഷേ ഇത് പല ട്രസ്റ്റുകൾക്കകത്ത് കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് ഈ ന്യൂസ് പരന്നു വരികയും ആൾക്കാർ ഇൻസിസ്റ്റ് ചെയ്യുകയാണ്, പുറകെ വാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവയർനെസ് ക്ലാസ് വെച്ചിരിക്കുന്നു, വരൂ എന്നൊക്കെ പറഞ്ഞ് ഇൻവിറ്റേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. സോ സംതിങ് ഈസ് നോട്ട് റൈറ്റ്, സംതിങ് ഈസ് നോട്ട് കുക്ക് പ്രോപ്പർലി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. എല്ലാവരുടെയും അറിവിലേക്ക് ഇങ്ങനെ ന്യൂസ് പറയുന്നേ ഉള്ളൂ. നിങ്ങളുടെ ട്രസ്റ്റുകൾക്കകത്ത് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഈ സ്കീമിന്റെ പേര് മാർസ് എന്നാണ്, മ്യൂച്വലി എഗ്രീഡ് റെസിഗ്നേഷൻ സ്കീം. അപ്പോൾ ഇനിയൊരു ന്യൂസ് അറിയുന്നവരെ വീണ്ടും പിന്നെ കാണാം.